ചാപ്റ്റർ 2 സർക്കിൾസ് വൃത്തങ്ങൾ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് SSLC എക്സാമിന് ചോദിക്കുക. അതിൽ 7 അല്ലെങ്കിൽ 9 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ഭാഗത്ത് നിർമ്മിതികളിൽ നിന്നാണ് വരിക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാൻ 10 റിസൾട്ട്സ് ഉണ്ട്. ആ റിസൾട്ടിൽ നിന്നാണ് വരിക. ഈ ചാപ്റ്ററിൽ കൺസ്ട്രക്ഷൻ പാർട്ട് എടുത്തിട്ടില്ല. കൺസ്ട്രക്ഷൻ പാർട്ട് വേറൊരു ഫോൾഡറിൽ തന്നെ ഒരു 8 ടൈപ്പോളം കൺസ്ട്രക്ഷൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അപ്പം അതെപ്പോഴൊക്കെയാണ് ആ കൺസ്ട്രക്ഷൻ പാർട്ട് പഠിക്കേണ്ടതെന്ന് ഓരോ ടോപ്പിക് എത്തുന്ന സമയത്ത് നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ. വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ സർക്കിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, വൃത്തങ്ങളെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കിള് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ സർക്കിൾസിനെ കുറിച്ച് ചില ജാമിതീയ വസ്തുതകൾ, സം ജോമെട്രിക്കൽ ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് സർക്കിൾസിനെ കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കേണ്ടതാണ്. സോ നമുക്ക് സർക്കിൾസിനെ കുറിച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിക്കാം. ആദ്യം തന്നെ, വാട്ട് ഈസ് സർക്കിൾ? Can you define a circle? If somebody asks definition of circle, how will you answer? നിങ്ങളോട് ആരെങ്കിലും സർക്കിൾ എന്താ, വൃത്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ആൻസർ പറയും? സോ നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കെല്ലാവർക്കും സർക്കിളിന്റെ അഥവാ വൃത്തങ്ങളുടെ രൂപം, ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാം. ഇതിനെ നമ്മൾ എങ്ങനെ ഒരു ഡെഫിനിഷൻ പറയും? ഒരു സർക്കിളിന്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എങ്ങനെയാ പറയാ? A circle is the set of all points in a plane that are equidistant from a fixed point. ഒരു പ്രതലത്തിലെ ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ബിന്ദുക്കളുടെ എല്ലാം കൂട്ടമാണ് വൃത്തം. ഇതാണ് സർക്കിളിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമുക്ക് ഈ നടുവിലത്തെ പോയിന്റിനാണ് നമ്മുടെ ഫിക്സഡ് പോയിന്റ്, നിശ്ചിത ബിന്ദു. ഈ വൃത്തത്തിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്, അനേകം ബിന്ദുക്കളുണ്ട് ആണല്ലോ. ഈ നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ്, അകലം തുല്യമാണ്. അതായത് നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ, തുല്യ അകലത്തിൽ പോയിന്റുകൾ മാർക്ക് ചെയ്ത് അതിനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ജോമെട്രിക്കൽ ഷേപ്പിനെയാണ് നമ്മൾ സർക്കിൾ അഥവാ വൃത്തം എന്ന് പറയുന്നത്. സോ സർക്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ that are equidistant from a fixed point. ഒരു പ്രതലത്തിലെ ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ബിന്ദുക്കളുടെ എല്ലാം കൂട്ടമാണ് വൃത്തം. ഇനി ഈ ഫിക്സഡ് പോയിന്റിന് നമ്മളൊരു പേര് പറയും. ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് സെന്റർ, അഥവാ മലയാളത്തിലാണെങ്കിൽ കേന്ദ്രം, വൃത്ത കേന്ദ്രം. ആ തുല്യ അകലത്തിന്, ആ കേന്ദ്രത്തിൽ നിന്ന് സർക്കിളിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ്, ആരം എന്ന് പറയും. അപ്പൊ സർക്കിൾ അഥവാ വൃത്തം എന്ന് പറഞ്ഞാൽ ഈ 2 പേരും നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. കേന്ദ്രവും ആരവും, സെന്ററും റേഡിയസും. The fixed point is called center of the circle. The distance from center to one of the points on the circle is called radius of the circle. ആ നിശ്ചിത ബിന്ദുവിനെ വൃത്തത്തിന്റെ കേന്ദ്രമെന്നും കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്കുള്ള അകലത്തെ വൃത്തത്തിന്റെ ആരമെന്നും പറയുന്നു. സർക്കിളുമായി റിലേറ്റ് ചെയ്ത് 2 വേർഡ്സ് നമ്മളിപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി. സെന്ററും റേഡിയസും, കേന്ദ്രവും ആരവും. ഇനി മൂന്നാമത്തെ ടേം ആണ് കോഡ് അഥവാ ഞാൻ. Chord of the circle is the line segment joining any 2 points on the circle. വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയെ വൃത്തത്തിലെ ഞാൻ എന്ന് പറയുന്നു. അപ്പൊ നമുക്കിവിടെ ഒരു സർക്കിൾ എടുക്കാം. സർക്കിളിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്, അനേകം പോയിന്റ്സുകൾ ഉണ്ട്, അനേകം ബിന്ദുക്കളുണ്ട്. അതിൽ ഏതെങ്കിലും 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് കോഡ് അഥവാ ഞാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സർക്കിളിനകത്ത്
എത്ര ഞാണുകൾ, എത്ര കോഡുകൾ വേണമെങ്കിലും വരയ്ക്കാൻ കഴിയും. ഓക്കെ, ഇനി ഈ ഒരു വൃത്തത്തിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ കോഡ്, ഏറ്റവും നീളമുള്ള ഞാൻ ഏതായിരിക്കും? അത് നമുക്ക് അറിയാം, സെന്ററിലൂടെ അല്ലെ, വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ ജോയിൻ ചെയ്യുന്ന, രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ തന്നെയാണ് ഏറ്റവും വലിയ കോഡ്. അതിനൊരു പേര് പറയും. അതിന് പറയുന്ന പേരാണ് ഡയമീറ്റർ. ഡയമീറ്റർ അഥവാ മലയാളത്തിലാണെങ്കിൽ വ്യാസം. ഇത് രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന കോഡാണ് ഞാണെന്ന് പറയും. ഡയമീറ്റർ, വ്യാസം എന്ന് പറയുന്നതും കോഡ് തന്നെയാണ്. ഏറ്റവും വലിയ കോഡാണ്, ലോങ്സ്റ്റ് കോഡ് ഇൻ ദ സർക്കിൾ ഈസ് ഡയമീറ്റർ. ഡയമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? ആ കോഡ് സെന്ററിലൂടെ, കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ നമുക്കറിയാം, സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഈ പോയിന്റ് മറ്റു രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും റേഡിയസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് കാണാം, ഡയമീറ്റർ, വ്യാസം എന്ന് പറയുന്നത് റേഡിയസിന്റെ 2 മടങ്ങാണ്, റേഡിയസിന്റെ ഇരട്ടിയാണ്. ഡയമീറ്റർ, വ്യാസം എന്ന് പറയുന്നത് ആരത്തിന്റെ 2 മടങ്ങ്, റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ. ഓക്കെ, ഇൻ എ സർക്കിൾ ഇൻഫിനിറ്റ്ലി മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ. ഒരു വൃത്തത്തിൽ അനേകം ഞാണുകൾ വരയ്ക്കാവുന്നതാണ്. The longest chord is the chord passing through the center. This chord is called diameter of the circle. ഒരു വൃത്തത്തിലെ ഏറ്റവും നീളമുള്ള ഞാൻ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാനാണ്. ഈ ഞാനിനെ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നു. ഓക്കെ, നമ്മളിപ്പോ കണ്ടതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത് സെന്ററിലൂടെ കടന്നു പോകുന്ന കോഡാണ്. കോഡ് എന്ന് പറയുന്നത് ഒരു സർക്കിളിലെ 2 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ്. സോ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡബിൾ ദ റേഡിയസ് ആണ്. ഡയമീറ്റർ ഈസ് ഡബിൾ ദ റേഡിയസ്. വ്യാസം ആരത്തിന്റെ ഇരട്ടിയാണ്. സോ നമ്മൾ സാധാരണ സർക്കിൾ, വൃത്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ടേം സെന്റർ, കേന്ദ്രം, അതുപോലെ റേഡിയസ്, ആരം. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന വേർഡ് ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോഡ് തന്നെയാണ്. ഓക്കെ, ഈ റേഡിയസും ഡയമീറ്ററും റിലേറ്റഡ് ആണ്. ഡയമീറ്റർ, വ്യാസം എന്ന് പറയുന്നത് ഡബിൾ ഓഫ് റേഡിയസ് ആണ്, റേഡിയസിന്റെ ഇരട്ടി ആണ്. ഇനി നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച സർക്കിളിനെ കുറിച്ച്, സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വേർഡ് എന്താന്ന് നോക്കാം. എ കോഡ് ഡിവൈഡ്സ് ദ സർക്കിൾ ഇൻടു 2 പാർട്സ് ആണല്ലോ. നമ്മളൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ അത് സർക്കിളിനെ 2 ഭാഗങ്ങളാക്കും. ഈച്ച് പാർട്ട് ഇസ് കോൾഡ് സെഗ്മെന്റ്. ലാർജർ പാർട്ട് ഇസ് കോൾഡ് മേജർ സെഗ്മെന്റ് ആൻഡ് സ്മോളർ പാർട്ട് ഇസ് കോൾഡ് മൈനർ സെഗ്മെന്റ്. ഒരു ഞാൻ വൃത്തത്തിനെ 2 ഭാഗങ്ങളാക്കുന്നു. ഓരോ ഭാഗത്തിനെയും വൃത്തഭാഗം എന്നാണ് പറയുന്നത്. വലിയ ഭാഗം, ചെറിയ ഭാഗം എന്നിങ്ങനെ അവയെ വിളിക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു കോഡ് വരയ്ക്കുന്നു. ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡ് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, അങ്ങ് ആ കോഡ് ഈ സർക്കിളിനെ 2 ഭാഗങ്ങളാക്കി. ഓക്കെ, ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ വലിയ ഭാഗമാണ്, ഇത്ര. ഓക്കെ, ഇത് ചെറിയ ഭാഗം. ഓക്കെ, നമ്മളൊരു പപ്പടം എടുത്ത് ഒരു സൈഡിൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ 2 ഭാഗങ്ങളായിട്ട് മാറുന്നു. അതായത് ഈ ഓരോ ഭാഗത്തിനെയും നമ്മൾ പറയുന്നത്, ഈ ലാർജർ പാർട്ടിന് നമ്മൾ പറയുന്നത് മേജർ സെഗ്മെന്റ് എന്നാണ്. ഈ വേർഡ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. എന്നാൽ മാത്രമാണ് റിസൾട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചെറിയ ഭാഗത്തിന് നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ വലിയ ഭാഗം, ചെറിയ ഭാഗം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈനർ സെഗ്മെന്റും മേജർ സെഗ്മെന്റും എന്താണെന്ന് ഓർക്കുക. മേജർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഞാണ്, ഒരു കോഡ് സർക്കിളിലെ 2 പാർട്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് മേജർ സെഗ്മെന്റ്. അതായത് ഈ ഉൾഭാഗം മൊത്തം വരും, ഏരിയയുടെ ഭാഗമാണ് സെഗ്മെന്റ്. ഓക്കെ, പരപ്പളവിന്റെ ഭാഗം. മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കോഡ്
സർക്കിളിനെ 2 പാർട്ടാക്കുമ്പോൾ ചെറിയ ഭാഗത്തിനാണ് നമ്മൾ മൈനർ സെഗ്മെന്റ് അഥവാ ചെറിയ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സർക്കിളിനെ ഒരു കോഡ് 2 ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ആ കോഡിന് നമുക്ക് പേര് കൊടുക്കാം AB. ഓക്കെ, അപ്പൊ വലിയ ഭാഗം ആണ് ഇത്, ചെറിയ ഭാഗം ഇത്. അപ്പൊ നമ്മൾ വലിയ ഭാഗത്തിന്റെ പേര് പറയാൻ പറഞ്ഞാല് നമ്മൾ വലിയ ഭാഗത്ത് എയും ബിയും ആ വലിയ ഭാഗത്തും ചെറിയ ഭാഗത്തും വരുന്ന പോയിന്റ്സുകളാണ്. സോ നമ്മൾ വലിയ ഭാഗത്ത് വേറൊരു പോയിന്റ് പേര് കൊടുക്കുന്നു പി എന്ന്, ചെറിയ ഭാഗത്തിൽ നമ്മൾ ഒരു പോയിന്റിന് പേര് കൊടുക്കുന്നു ക്യൂ എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ലാർജർ പാർട്ട് ഓർ മേജർ സെഗ്മെന്റ് വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയാ? എ പി ബി. ഓക്കെ, മൈനർ സെഗ്മെന്റ് ചെറിയ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ പറയാ? എ ക്യു ബി. അപ്പൊ നേരത്തെ പറഞ്ഞു സെഗ്മെന്റ് ഭാഗം എന്ന് വരുന്നത് ഏരിയയുടെ ഭാഗമാണ്, പരപ്പളവിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എ പി ബി എന്ന് പറഞ്ഞാൽ മേജർ സെഗ്മെന്റ് ഭാഗം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ, സെഗ്മെന്റ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ ഉള്ളിലത്തെ ഭാഗവും വരുമെന്ന് പറയാം. അപ്പൊ എ പി ബി എന്ന് ഉദ്ദേശിക്കുന്നത് പേരിങ്ങനെയാണ് പറയുന്നതെങ്കിലും അത് ഈ ഭാഗം കൂടെ കടന്നു വരുന്നതാണ്. ഓക്കെ, ഇനി എ പി ബി എന്ന് പറയുന്നതിന് നമ്മളൊരു പേര് പറയും. എന്ത് പേരാ പറയാ? ആർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, എ പി ബി എന്ന് പറയുന്നത് ആർക്കാണ്. അതായത് ഈ വളയത്തിലുള്ള സർക്കിളിന്റെ ഈ സർക്കുംഫറൻസ് ചുറ്റളവിന്റെ ഭാഗമാണ് എ പി ബി. അതും സർക്കിളിന്റെ ഉൾവശവും കൂടെ ഉൾക്കൊള്ളുന്നതാണ് സെഗ്മെന്റ്. പുറത്ത് ആ സർക്കുംഫറൻസിന്റെ ചുറ്റളവിന്റെ ഭാഗത്ത് വരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ആർക്ക്. ഇത് വലിയ ആർക്കാണ്, വലിയ ചാപമാണ്. ഇത് ചെറിയ ആർക്ക്, ചെറിയ ചാപം. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. The segment is the part of area of a circle. An arc is the part of circumference of a circle. വൃത്തഭാഗം വൃത്തത്തിന്റെ പരപ്പളവിന്റെ ഭാഗവും ചാപം ആർക്ക് വൃത്തത്തിന്റെ ചുറ്റളവിന്റെ ഭാഗവുമാണ്. 9ാം ക്ലാസ്സിൽ നമ്മൾ സർക്കിൾസിനെ കുറിച്ച് പഠിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റിസൾട്ട് നോക്കാം. ഏരിയ ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നതിന്റെ ഫോർമുല പൈ ആർ സ്ക്വയർ. ഇവിടെ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു സ്ഥിരസംഖ്യയാണ്. നമ്മൾ കണ്ടിരുന്നു ലാസ്റ്റ് ഇയറിൽ പൈയുടെ വാല്യൂ 3.14. ഓക്കെ, ആർ എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയസ് ആണ്, ആരത്തിനെയാണ് ആർ എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സർക്കുംഫറൻസ് എന്ന വേർഡ് നമ്മൾ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കാറില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് പെരിമീറ്റർ തന്നെയാണ്. ഏത് പോളിഗണും പെരിമീറ്റർ ആണ്. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ചുറ്റളവിന് നമ്മൾ പെരിമീറ്റർ എന്നാണ് പറയുക. സർക്കിളിന്റെ കേസിൽ ആ ചുറ്റളവിന് നമ്മൾ വേറൊരു പേര് യൂസ് ചെയ്യാറുണ്ട്, സർക്കുംഫറൻസ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പെരിമീറ്റർ എന്ന് തന്നെയാണ്. സോ സർക്കുംഫറൻസ് എന്നുള്ള വേർഡും കൂടി ഉണ്ടെന്ന് ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. 11th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോൾ പെരിമീറ്റർ എന്ന വേർഡ് യൂസ് ചെയ്യാതെ സർക്കുംഫറൻസ് ആണ് ഉപയോഗിക്കുന്നത്. സോ സർക്കുംഫറൻസ് പെരിമീറ്റർ ഓഫ് സർക്കിൾ വൃത്തത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2πr. അപ്പൊ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 2 ഫോർമുലയാണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ ടേംസ് ഓർക്കുന്നത് പോലെ തന്നെ ഓർക്കേണ്ട 2 ഫോർമുലകളാണ്. സർക്കിളിന്റെ ഏരിയ ഈസ് പൈ ആർ സ്ക്വയർ ആണ്. സർക്കുംഫറൻസ് ഓർ പെരിമീറ്റർ ഈസ് 2πr ആണ്. ഓക്കെ, പരപ്പളവ് പൈ ആർ സ്ക്വയർ, ചുറ്റളവ് 2πr. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് കോഡ് സർക്കിളിനെ 2 ഭാഗങ്ങളാക്കുന്നു എന്ന്, 2 പാർട്ടുകളാക്കുന്നു. വാട്ട് അബൌട്ട് ദ ഡയമീറ്റർ? ഡയമീറ്റർ ഇസ് എ കോഡ്. ഡയമീറ്റർ വ്യാസം എന്ന് പറയുന്ന ഒരു ഞാണ് തന്നെയാണ്. ദ ഡയമീറ്റർ ഡിവൈഡ്സ് എ സർക്കിൾ ഇൻടു 2 പാർട്സ്. ഈച്ച് പാർട്ട് ഇസ് കോൾഡ് എ സെമി സർക്കിൾ. വ്യാസം വൃത്തത്തെ 2 ഭാഗങ്ങളാക്കുന്നു. ഓരോ ഭാഗത്തെയും അർദ്ധവൃത്തം എന്ന് പറയുന്നു. സോ ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന കോഡ് ഞാണിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഓക്കെ, ആ ഓരോ പാർട്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം. ലാസ്റ്റ് ഇയറിൽ പഠിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേമാണ് സെക്ടർ അഥവാ വൃത്താംശം. Sector is a geometric figure bounded by 2 radii
and the included arc of a circle. Smaller part is called minor sector. Larger part is called major sector. ഒരു വൃത്തത്തിന്റെ രണ്ട് ആരങ്ങളാലും അതുൾപ്പെടുന്ന ചാപത്തിനാലും ചുറ്റപ്പെട്ട ജാമിതീയ രൂപമാണ് വൃത്താംശം. ചെറിയ ഭാഗത്തിന് ചെറിയ വൃത്താംശമെന്നും വലിയ ഭാഗത്തിന് വലിയ വൃത്താംശമെന്നും പറയുന്നു. നമുക്കിവിടെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ സെന്റർ നോട്ട് ചെയ്യാം. ഓക്കെ, സെന്ററിൽ നിന്ന് റേഡിയസ് ഉൾപ്പെടുന്ന ഒരു ഭാഗം സർക്കിളിന്റെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു ഭാഗമാണ്. ഓക്കെ, ഞാനത് ഷെയ്ഡ് ചെയ്യാം. ഈ ഷെയ്ഡ് ചെയ്ത ആ ഒരു ജോമെട്രിക്കൽ ഫിഗർ ഞാൻ ഇവിടേക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഈ പോയിന്റ് സെന്ററാണ്, കേന്ദ്രമാണ്. ഈ രണ്ട് വരകളും റേഡിയസ് ആണ്, ആരമാണ്. ഇതെന്ന് പറയുന്നത് ആർക്കാണ്, ചാപം. ഓക്കെ, ഈ ഭാഗത്തിന് ഈ ഒരു കഷ്ണം മുറിച്ചെടുക്കുകയാണ്. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സെക്ടർ അഥവാ വൃത്താംശം എന്ന് പറയുന്നത്. അപ്പം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സെന്റർ ഉണ്ടാവണം, റേഡിയസും ഉണ്ടായിരിക്കും. ഈ ചെറിയ ഭാഗം അപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പം ഈ ഷെയ്ഡ് ചെയ്തത് ഈ ഒരു വൃത്തത്തിന്റെ ചെറിയൊരു അംശമാണ്. ഓക്കെ, വലിയ പാർട്ട് ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടാണ്. ആ വലിയ പാർട്ടിന് പറയുന്ന പേരാണ് മേജർ സെക്ടർ, വലിയ വൃത്താംശം. ചെറിയ ഭാഗത്തിന് പറയുന്ന പേരാണ് മൈനർ സെക്ടർ, ചെറിയ വൃത്താംശം. സോ എന്താണ് സെക്ടർ എന്ന് ഓർക്കുക. സെക്ടർ is a geometric figure bounded by two radii and the included arc. ഇവിടെ ആർക്ക് ഇതാണ്, സെന്ററും ഉണ്ട് റേഡിയസും ഉണ്ട്. ഓക്കെ, ഒരു വൃത്തത്തിന്റെ രണ്ട് ആരങ്ങളാലും അതുൾപ്പെടുന്ന ചാപത്തിനാലും ചുറ്റപ്പെട്ട ജാമിതീയ രൂപമാണ് വൃത്താംശം. അടുത്തൊരു സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച ഒരു റിസൾട്ടാണിത്. Sum of the angles at the center of the circle is 360 degree. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 360 ഡിഗ്രി ആണ്. സർക്കിൾ, ഇത് സെന്റർ. സെന്ററിന് ചുറ്റും എത്ര കോണുകൾ ഉണ്ടായിക്കോട്ടെ, എത്ര ആംഗിൾസ് ഉണ്ടായിക്കോട്ടെ, ആ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയാ കിട്ടും. അതെത്രയായിരിക്കും? അതെല്ലാ ആംഗിൾസും കൂട്ടിയാൽ എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ആംഗിൾസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സെമി സർക്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഒരു സെമി സർക്കിൾ, ഇത് സെന്റർ. ഇതിന് ചുറ്റുമുള്ള ആംഗിൾസ് കൂട്ടുമ്പോൾ നമുക്കൊരു സെമി സർക്കിൾ ഷേപ്പ് തന്നെയാണ് കിട്ടുക. സോ അത് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. സോ ഇത്രയും കാര്യങ്ങൾ സർക്കിൾസിനെ കുറിച്ച് വേണ്ട ബേസിക് നോളജുകളാണ്, അടിസ്ഥാന അറിവുകളാണ്. സോ അതെല്ലാവരും കറക്റ്റായിട്ട് ഓരോ ടേമും എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കോഡ് അഥവാ ഞാനെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഓരോ ടേമുകളും അതിൻ്റെ മീനിങ്ങുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ നമ്മൾ പറഞ്ഞ റിസൾട്ടുകളും പഠിക്കുക. സെക്ടറിൻ്റെ ഏരിയയും സെഗ്മെന്റിന്റെ ഏരിയയും കണ്ടുപിടിക്കാൻ നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതായിരുന്നു. അത് തൽക്കാലം ഇപ്പോൾ ഈ 10th സ്റ്റാൻഡേർഡിലെ പോർഷൻസിലേക്ക് പോകുമ്പോൾ പഠിക്കണമെന്നില്ല. നിങ്ങൾ ആകെ 2 ഫോർമുല, ഏരിയയും സർക്കംഫറൻസും, ചുറ്റളവും പരപ്പളവും ഫോർമുലകൾ πr² 2πr പഠിക്കുക. ഇതിൽ നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്ത റിസൾട്ടുകൾ പഠിക്കുക, ടേംസും പഠിക്കുക. ഇനി നമുക്ക് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. സർക്കിൾസ് എന്ന ചാപ്റ്റർ. ആദ്യമേ പറയട്ടെ, ഈ ചാപ്റ്ററിൽ നമുക്ക് 10 റിസൾട്ടുകൾ പഠിക്കാനുണ്ട്. 10 റിസൾട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഏത് റിസൾട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഈ 10 റിസൾട്ടേ പഠിക്കാനുള്ള. ആകെ ആ 10 റിസൾട്ട് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
കുറച്ച് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതിൽ. ആ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ SSLC എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ കൂടിയും ടോപ്പിക്ക് ഗാഢമായി മനസ്സിലാക്കാൻ ആ പ്രൂഫ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കേണ്ടതാണ്. സോ ഇവിടെ ഈ ഞാൻ ക്ലാസ് എടുക്കുന്ന അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക.